ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയുടെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. നൈസായി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. സവാളയ്ക്ക് പകരം ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. പിന്നെ ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ വേണം. ഞാനിവിടെ 1-ാം പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം തേങ്ങ അരച്ചും ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ലപോലെ ഫൈനായിട്ട് അരച്ചിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഞാൻ തക്കാളി, ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിക്ക് പകരം നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത് കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വരണം. ഞാനിവിടെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ തക്കാളിയും സവാളയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിളക്കാൻ പാടില്ല. ഈ സമയത്ത് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. എനിക്കിതിൽ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇവിടെ ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ ചെറിയുള്ളി കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നത്. സവാള ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ മാക്സിമം ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.